Hello guys, welcome back. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ശരിയായ മെത്തേഡിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലായിട്ട് കാണുന്ന ഈ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഏരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ലോഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ ആയിട്ട് നമ്മളുടെ ഫോണിലുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമെന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചാനൽ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അക്കൗണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യുവർ ചാനൽ എന്ന ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ലോഡായി വരും. അപ്പം നമുക്ക് ഇവിടെ നമ്മളുടെ യൂട്യൂബ് ചാനൽ എന്ത് നെയിമാണ് കൊടുക്കേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു യൂട്യൂബ് ചാനൽ നെയിം കൊടുക്കാം. അതായത് 3 മാസത്തിലൊരു പ്രാവശ്യം നമുക്ക് യൂട്യൂബ് ചാനൽ നെയിം ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നെയിം സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ യൂട്യൂബ് ചാനൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇത് താഴെ കാണുന്ന ക്രിയേറ്റ് ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പിന്നെ ഒരു ഇത് ലോഡായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മെസ്സേജ് താഴെ കാണും. അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പോൾ ഇത് ലോഡാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാനൽ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മളുടെ ഓരോ സാധാ ചാനലിൻ്റെ എല്ലാ ഓപ്ഷൻസും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് കാണുന്ന ഈ ചെറിയൊരു സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് യൂട്യൂബ് ചാനലിൻ്റെ നെയിമും ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ വരും. ഇത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 3 മാസത്തിൽ ഒരിക്കലും നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഡിസ്ക്രിപ്ഷൻ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇവിടെ ആയിട്ട് എബൌട്ട് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡി എന്തിനെ കുറിച്ചാണ് നമ്മളുടെ ചാനൽ അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. ഇവിടെ ആയിട്ട് ഈ പെൻസിൽ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫോർ പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചാനലാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ആക്കാൻ സാധിക്കും. ഇനി നമുക്കിങ്ങനെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് 2 സ്ഥലങ്ങളിൽ നിന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഒന്ന് നമ്മളുടെ ചാനലിൻ്റെ ഇവിടെ വന്നിട്ട് യൂട്യൂബ് ഇവിടെ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മുകളിലായിട്ട് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിവിടെ ഒരു അലോ ചെയ്യാൻ പറയും. ജസ്റ്റ് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏത് വീഡിയോ വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ടൈറ്റിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതൊക്കെ വരുന്നതാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ടൈറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണുണ്ട്. ഇവിടെ എഫക്ട്സ് ഒക്കെ ചേർക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
അതുപോലെ തന്നെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് 100 ലെറ്റേഴ്സാണ് വേണ്ടത്, അത്ര സ്പേസ് ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം അവിടെ ടൈറ്റിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ജസ്റ്റ് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് ഒരു നമ്മൾ എന്താണ് നമ്മൾ വീഡിയോ വെച്ചാൽ അതിൻ്റെ ഹെഡിങ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കണം, അവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ജസ്റ്റ് ഇവിടെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതാ ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കുറച്ച് തോനെ എടുക്കും. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ ആണ് അത്ര ടൈം എടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. പ്രോസസ്സിങ് ഹാസ് സ്റ്റാർട്ടഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, റെഡി ടു വാച്ച് എന്ന് കാണാം. ജസ്റ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്കത് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇവിടെ ഉണ്ട്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. നമ്മളുടെ ചാനൽ റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാളെ എൻ്റെ ചാനലിൽ ഒരു ലൈവ് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിനെ കൊടുക്കുക.